പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ നല്ല ദിവസം ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ചെറിയ ചിന്ത ഞങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില നന്മകളെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകി കഴിയുമ്പോൾ നമ്മൾ ചിലതൊക്കെ അങ്ങ് മറന്നുപോകും. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സൗകര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കൊണ്ടങ്ങ് പറയും, ഇനിയും എനിക്ക് യാതൊരു കുറവുമില്ല, ഇനി എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാൻ എന്ത് പ്രശ്നം വന്നാലും കുലുങ്ങിപ്പോകത്തില്ല, ഞാൻ വീണു പോകത്തില്ല എന്ന് നമ്മൾ അങ്ങ് ചിന്തിക്കും. ആ ചിന്തയുമായി നമ്മളങ്ങ് നടക്കും. 30-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യം, ഞാൻ ഒരു നാളും കുലുങ്ങി പോകുകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. ഇവിടെ ദാവീദ് പറയുന്നു, ഞാൻ ഒരു നാളും കുലുങ്ങി പോകത്തില്ലെന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞുപോയി. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചില സുഖങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ, ചില സൗകര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ, ആ പഴയ ഇതൊക്കെ മാറി ചില പുതിയ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളും അങ്ങ് പറയും, ചിലരെ നോക്കി പറയും, ഇനി എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നീ നിൻ്റെ കാര്യം നോക്ക്, ഇനി എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമ്മളെ മറ്റുള്ളവരെയൊക്കെ സ്വയമായിട്ട് നമ്മളൊന്ന് അഹങ്കരിക്കും. എന്നാൽ അതിൻ്റെ താഴത്തെ 7-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അങ്ങനെ ഒന്ന് കൊണ്ട് പറഞ്ഞു. 6-ാമത്തെ വാക്യത്തിൽ ഞാൻ കുലുങ്ങിപ്പോകത്തില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാനൊന്ന് പറഞ്ഞു. പക്ഷേ 7-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, നീ നിൻ്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചു പോയി. സ്തോത്രം. കർത്താവ് ചെറുതായി തൻ്റെ മുഖത്തെ ഒന്ന് മറച്ചു. ഇവിടെ ദാവീദ് പറയുന്നു, ഞാൻ ഭ്രമിച്ചു പോയി. ആരാണ്? ഒരു രാജാവാണ്. യഹോവ മുഖമൊന്ന് മറച്ചപ്പോൾ ഞാൻ ഭ്രമിച്ചു പോയി. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചില സൗകര്യങ്ങളൊക്കെയും ഇത് ദൈവം തരുന്നതാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അല്ലാതെ വായിൽ തോന്നിയൊക്കെ ഇല്ലാത്തവനെ നോക്കി നമുക്കൊരു എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ കൈ കിട്ടുമ്പോൾ അത് എൻ്റെ മിടുക്കുകൊണ്ടാണ്, എൻ്റെ കഴിവുകൊണ്ടാണെന്നുള്ള ആ തോന്നലുകൾ, ആ അഹങ്കാര ഭാവങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാറി ഇത് ദൈവം തന്നതാണെന്ന് വിചാരിച്ച് അതിനെ 2 കൈ നീട്ടി സ്വീകരിച്ച് ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ പറയുന്നു, ഞാൻ എൻ്റെ സുഖകാലത്ത് ഞാൻ കുലുങ്ങത്തില്ലെന്ന് പറഞ്ഞു. ചിലതിനെയൊക്കെ കണ്ട് നമ്മൾ പറയും, ഇനി എനിക്കൊരു പ്രശ്നവും വരത്തില്ല, എനിക്കുള്ളതല്ല, എൻ്റെ സമ്പത്ത് എനിക്കും എൻ്റെ തലമുറയ്ക്കും തിന്നാനുള്ള സ്വത്തും കാര്യങ്ങളും എല്ലാം ഇഷ്ടം പോലെ ബാങ്കിൽ കിടപ്പുണ്ട്, ഇനി എനിക്ക് വലിയ പ്രശ്നമൊന്നും വരത്തില്ല എന്ന് പറയുമ്പോൾ ദൈവം എന്തോ ചെയ്യും? ദൈവം തൻ്റെ കണ്ണിനെ ഒന്ന് മറയ്ക്കും. അപ്പോൾ നമ്മൾ കുലുങ്ങിപ്പോകും. പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വളരെയധികം ഹല്ലേലൂയ പിശാച് ആ മേഖലകളെ ഉപയോഗിക്കുവാൻ കൂടുതൽ താല്പര്യം കാണിക്കും ആ ഒരു സന്ദർഭം. അപ്പം നമുക്ക് എന്താണോ ഉള്ളത് അതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെ പഴിചാരിയും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇടപെട്ട് അവരെ ദുഷിച്ചും അവരെ കുറ്റം വിധിച്ചും ഒക്കെ ജീവിക്കുന്നത് അത് ലോകത്തിൽ അത് ദൈവ മക്കൾക്ക് പറ്റിയത് അല്ല. എന്നാൽ അതിനെ മാലാക്കി പുസ്തകം 3-ാം അധ്യായം വായിച്ചാൽ അതിൻ്റെ 16 തൊട്ടുള്ള താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്താണോ, നമ്മൾ എന്താണ് സംസാരിക്കുന്നതൊക്കെയും വെറുതെ കേൾക്കുന്ന ദൈവമല്ല. ശ്രദ്ധ വെച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്താണ് യഹോവ ഭക്തന്മാർ പറയുന്നത്, തൻ്റെ ഭക്തന്മാർ എന്താണോ പറയുന്നത്, ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയും. എന്നാൽ അതിൻ്റെ താഴോട്ടുള്ള വാക്യത്തിൽ യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ
നമ്മൾ പറയത്തില്ലേ, അയ്യോ അവർക്ക് എത്രയോ തെറ്റ് ചെയ്തിട്ടും അവർ എത്ര നമ്മളെക്കാളും ഒക്കെ നമ്മുടെ അത്രയും പോലും നന്മയോ ഒന്നുമില്ലാഞ്ഞിട്ടോ അവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഉയർച്ച ലഭിച്ചത്, അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നവും ഇല്ല. നമുക്ക് നമ്മൾ ഇത്രയും പേര് സഹായിച്ചിട്ടും സ്നേഹിച്ചിട്ടും ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി എന്നൊക്കെ നമ്മളങ്ങ് പലപ്പോഴും നമ്മൾ തകർന്നും നമ്മൾ വളരെയധികം ദൈവത്തോട് ചിലപ്പോൾ ചോദിച്ചു പോകുന്ന അവസരങ്ങളുണ്ട്. എന്നാൽ തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. അവിടെ വായിക്കുന്നു, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്ന പോലെ ഞാൻ അവനെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഇവിടെ ദൈവത്തിൻ്റെ പക്കൽ ഒരു സ്മരണ പുസ്തകമുണ്ട്. അവിടെ നമ്മുടെ പേര്, നമ്മൾ എന്താണോ ഈ ഭൂമിയിൽ ചെയ്തത്, നമ്മൾ എന്താണോ ഈ ഭൂമിയിൽ വെച്ച് കാണിച്ചു കൂട്ടിയതെല്ലാം എഴുതി വെക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ ആ ന്യായവിധി സമയത്ത് ആ പുസ്തകത്തിൻ്റെ ചുരുളിൽ അവൻ വായിക്കുമ്പോൾ അതിൽ എഴുതപ്പെട്ടിരിക്കും നീ ചെയ്തതും ചെയ്യാത്തതും. അപ്പോൾ ആ നിമിഷം നിനക്ക് മനസ്സിലാക്കുവാൻ പറ്റും ദൈവത്തെ വിളിച്ചവനും വിളിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അന്ന് ആ ന്യായവിധി സമയത്ത് ദൈവം നമുക്ക് കാണിച്ചു തരും. കർത്താവ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് പറയുക, തൻ്റെ കൂട്ടുകാരനെ, തൻ്റെ സഹോദരനെ, തൻ്റെ പ്രിയപ്പെട്ടവരെ ഒക്കെയും സ്നേഹിക്കുക. അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ, അവർക്ക് ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ അവരെ സഹായിക്കുക. അല്ലാതെ അവരുടെ കുറ്റവും പറഞ്ഞ് എനിക്കിനി ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കാ ഇത്രയും പ്രശ്നം, എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് സ്വയം അഹങ്കരിക്കാതെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലൊക്കെയും നമ്മളൂടെ പങ്കുചേർന്ന് അവരെ സഹായിച്ച് അവരെ സ്നേഹിച്ച് ജീവിച്ചാൽ ദൈവത്തിൻ്റെ സ്മരണ പുസ്തകത്തിൽ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയൊക്കെയും പേരുകൾ അതിൽ എഴുതപ്പെട്ടിരിക്കണം. ഇന്ന് ലോകം കടന്നു പോകുന്നത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയിൽ കൂടാണ്. ഇന്ന് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം വാർത്തകളാണ്. പണ്ടൊക്കെ ഇതുപോലുള്ള വാർത്തകളോ ഒന്നും നമുക്ക് കേട്ടിരുന്നില്ല. എന്നാൽ ഇന്ന് ന്യൂസ് തുറക്കുമ്പോൾ ജനം ഭീതിയും ഭയത്തോടെ കഴിയുന്ന, പ്രകൃതി തന്നെ എന്തോ വലിയ ഒരു വിപത്തിനെ കൊണ്ടുവരുന്ന രീതിയിൽ പ്രകൃതി പോലും നമുക്ക് പ്രതികൂലമായിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെയാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന് ഈ നമ്മുടെ കേരളമൊട്ടാകെ പ്രാർത്ഥിക്കുന്ന ഒരു മകന് വേണ്ടി, അർജുൻ എന്ന ഒരു ചെറുപ്പക്കാരൻ മണ്ണിലകപ്പെട്ട് ഇന്ന് 10-11 ദിവസമായി. അവൻ്റെ ശരീരം ഒരു നോക്ക് കാണുവാൻ കൊതിക്കുന്ന മാതാപിതാക്കൾ. എന്തുമാത്രം ആൾക്കാരുടെ പ്രാർത്ഥന നമുക്ക് ചോദിക്കുവാൻ, ദൈവത്തോട് ചോദിക്കുവാൻ നമുക്ക് അധികാരമില്ല. എന്തുകൊണ്ടാണോ അവനെ ആ അവസ്ഥയിൽ, എന്തുകൊണ്ട്, എങ്ങനെ, നമുക്ക് പലപ്പോഴും നമ്മൾ ചോദിച്ചു പോകും. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന അവനെ ജീവനോടെ കിട്ടണേ, 4 നാളായാലും നാറ്റം അമിച്ചാലും ദൈവമേ അവിടത്തേക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ പ്രകൃതി പോലും നമുക്ക് അനുകൂലമല്ലാത്ത ഒരു കാലാവസ്ഥ, എല്ലാം കൊണ്ടും അതിനെ പല രീതിയിലുള്ള തടസ്സങ്ങൾ. എന്നിട്ടും കുറേ ആൾക്കാർ ഇന്നും പരസ്പരം തല്ലുകയും പരസ്പരം പഴിചാരുകയും സഹോദരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുകയും സുഹൃത്തുക്കൾ തമ്മിൽ, കുടുംബക്കാർ തമ്മിൽ യാതൊരു പ്രശ്നവും കൂടെ. ഇന്ന് ജനങ്ങൾ, കുഞ്ഞുങ്ങൾ, കുട്ടികളെല്ലാം വഴിതെറ്റിപ്പോകുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് ചെയ്യുവാനുള്ളത് ഒന്നേ ഉള്ളൂ, നമ്മൾ പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ അവരുടെ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ മാതാപിതാക്കൾ അവരുടെ കട്ടിലിൻ്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ കിടക്കുന്നിടത്ത് പോയി അവരുടെ തലയിൽ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വലിയ വിടുതലുകളുണ്ടാകും. അവരുടെ മനസ്സിലോട് തോന്നുന്ന ദുഷ്ടശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുമാറിപ്പോവും. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന, നമ്മൾ എത്രമാത്രം വാഞ്ചയോടാ ഇരിക്കുന്നത് ദൈവം നോക്കും.
ആ ഹൃദയത്തിൻ്റെ നിൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് തരുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ നമുക്ക് ചില നന്മകൾ വരുമ്പോൾ, നമുക്ക് ചില സൗകര്യങ്ങളൊക്കെ ജീവിതത്തിൽ കിട്ടുമ്പോൾ ഞാൻ കുലുങ്ങത്തില്ല, എനിക്കൊരു പ്രശ്നവുമില്ല, നിനക്കാ പ്രശ്നം എന്ന് മറ്റാരെ നോക്കി നമ്മളൊന്നും പറയുവാനോ അല്ലെങ്കിൽ അവനെ പഴിചാരുവാനോ ഒന്നും നിൽക്കരുത്. നമുക്ക് തന്നത് ദൈവമാണ്. അതിനെ ദൈവമേ അവിടുന്ന് സംരക്ഷിക്കണമേ, അവിടുന്ന് കാത്തുകൊള്ളണമേ. എനിക്കുള്ളത് ഹല്ലേലൂയ, എനിക്കുള്ളത് മറ്റുള്ളവർക്കും ഞാൻ പങ്കിട്ട് കൊടുത്തോളാം, അല്ലെങ്കിൽ എനിക്കുള്ളത് ഞാൻ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്തോളാം എന്നുള്ള ഒരു പ്രാർത്ഥനയുമായി മുന്നോട്ട് പോവുക. ഈ വചനങ്ങളാൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.